ടേബിൾസ് എന്നുള്ള പ്രോഗ്രാമിലേക്ക് എല്ലാ ദൈവമക്കളെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം ബർത്തിമായുടെ നിലവിളിയെക്കുറിച്ചാണ്. പ്രിയപ്പെട്ട ദൈവമക്കൾ, ഇവിടെ വചനം പറയുന്നു, വഴിയരികെ ഭിക്ഷ അയച്ചുകൊണ്ടിരുന്ന ഒരു കുരുടനായിരുന്ന ബർത്തിമായി. ബർത്തിമായി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം സൺ ഓഫ് ഓണർ, സൺ ഓഫ് ഹ്യൂമിലിറ്റി, താഴ്മയുടെ അല്ലെങ്കിൽ ബഹുമാനത്തിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് ബർത്തിമായി എന്നുള്ള പേര് കാണുന്നത്. അപ്പോൾ ആ പേര് പോലെ തന്നെ വളരെ താഴ്മയോടുകൂടി, വളരെ ബഹുമാനത്തോടു കൂടി യേശുവിനെ വിളിക്കുന്ന ഒരു ഭാഗമാണ് വായിക്കുന്നത്. യേശു കർത്താവ് കടന്നു പോകുന്ന മനസ്സിലാക്കിയ സമയത്ത് ബർത്തിമായി നിലവിളിക്കാൻ തുടങ്ങി, ദാവീദ് പുത്ര യേശുവേ, എന്നോട് കരുണ തോന്നുമാറാകണമേ. മുന്നടക്കുന്നവർ അവനെ മിണ്ടാതിരിപ്പാൻ ശാസിച്ചു. അവനോ ദാവീദ് പുത്ര എന്നോട് കരുണ എന്ന് ഏറ്റവും അധികം നിലവിളിച്ചു. അവനടുക്കെ വന്നപ്പോൾ, ഞാൻ നിനക്ക് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. കർത്താവേ, എനിക്ക് കാഴ്ച കിട്ടണം എന്ന് അവൻ പറഞ്ഞു. യേശു അവനോട്, കാഴ്ച പ്രാപിക്കുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ക്ഷണത്തിൽ അവൻ കാഴ്ച പ്രാപിച്ച് ദൈവത്തെ മഹത്വീകരിച്ചും കൊണ്ട് അവനെ അനുഗമിച്ചു. യേശു കർത്താവിൻ്റെ പ്രത്യേകത, യേശു കർത്താവിന് സൃഷ്ടിപരമായ അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയും. നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കുന്നുവെങ്കിൽ, നിങ്ങൾ വിളിച്ചപേക്ഷിക്കുന്നുവെങ്കിൽ ഇല്ലാത്ത കാര്യങ്ങളെ ഉളവാക്കിയെടുക്കുവാനായിട്ട് ഈ ദൈവത്തിന് കഴിയും. പലരും പ്രാർത്ഥിക്കുന്നത്, ഒരു കിഡ്നി കംപ്ലൈൻ്റ് ആയാൽ പുതിയ കിഡ്നി വേണമെന്ന് പലരും പ്രാർത്ഥിക്കുന്നില്ല. മറിച്ച് അവർ പ്രാർത്ഥിക്കുന്നത്, കർത്താവേ, എൻ്റെ കിഡ്നി കംപ്ലൈൻ്റ് ആയിരിക്കുന്നു, ഡോക്ടർ പുതിയൊരു കിഡ്നിക്ക് വേണ്ടി വേറൊരാളെ കണ്ടുപിടിച്ചിരിക്കുന്നു, അങ്ങനെ കിഡ്നിയുടെ ആ ഒരു മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി ഡേറ്റ് തന്നിരിക്കുന്നു. കർത്താവെ, ആ കിഡ്നിയുടെ ഓപ്പറേഷൻ വിജയിപ്പിക്കണമേ, ആ പുതിയ കിഡ്നി എൻ്റെ ശരീരത്തിൽ ശരിയായിട്ട് അത് ചേർന്ന് വരുവാനും, കർത്താവെ, അത് ആ ഓപ്പറേഷൻ വിജയമായി തീരുവാനും സഹായിക്കണമേ എന്നാണ് പല ദൈവമക്കളും പ്രാർത്ഥിക്കുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് എത്ര പേർക്ക് വിശ്വാസമുണ്ട്? നിങ്ങളുടെ തകർന്നു കിടക്കുന്ന കിഡ്നികളെ സൗഖ്യമാക്കുവാൻ ദൈവത്തിന് കഴിയും. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. നിങ്ങളൊരു അത്ഭുതത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം, ഒരു സൗഖ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം, യേശുവിൻ്റെ ഒരു അത്ഭുത സാക്ഷിയായിട്ട് മാറുവാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾ നിങ്ങളെ കുറ്റം പറയുന്നവരായിരിക്കാം. നിങ്ങൾ ചുറ്റുമുള്ള ഒരു പക്ഷേ നിങ്ങളുടെ കൂടെ ആയിരിക്കുന്നവർ പോലും നിങ്ങളെ മനസ്സിലാക്കാത്തവരായിരിക്കാം. നിങ്ങളുടേതായിട്ടുള്ള ജീവിതത്തിൽ ഒരു അനുഗ്രഹവും ഉണ്ടാകുകയില്ല എന്ന് വിധിയിരുന്ന ഒരു കൂട്ടം ആൾക്കാരായിരിക്കാം ചുറ്റുമുള്ളത്. എത്രത്തോളം ആളുകൾ തന്നെ ശാസിക്കുന്നുവോ, തന്നെ എത്രത്തോളം കംപ്രസ് ചെയ്യുന്നുവോ, എത്രത്തോളം തന്നെ ആളുകൾ കമ്പൽ ചെയ്ത് അല്ലെങ്കിൽ കംപ്രസ് ചെയ്ത് തന്നെ അതെ സൈലൻ്റ് ആക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടോ, അപ്പുറത്തോളം ഭൃത്യമായി ഉച്ചത്തിൽ ദൈവത്തോട് നിലവിളിക്കുകയാണ്. കാരണം ഭൃത്യമായുടെ ഉള്ളിൽ ഞാൻ നോക്കിയെടുത്തോളം ഒരു നല്ലൊരു ഒരു 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 വൈരാഗ്യമുണ്ട്. വൈരാഗ്യം എന്ന് പറയുമ്പോഴത്തേക്ക് അത് റോങ് സെൻസിൽ എടുക്കാനുള്ള വൈരാഗ്യമല്ല, മറിച്ച് ആത്മീയമായിട്ടുള്ള ഒരു തീക്ഷ്ണത. നിങ്ങളുടെ തകർന്നു കിടക്കുന്ന ഹാർട്ടിൻ്റെ പ്രവർത്തനങ്ങളെ സൗഖ്യമാക്കുവാൻ ഒരു ബ്രാൻഡ് ന്യൂ ഹാർട്ട് നിങ്ങൾക്ക് തരുവാനായിട്ട് കർത്താവ് മതിയായ. വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് പുതിയ ഹൃദയം കർത്താവ് തരും. വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ അതെ പുതിയൊരു ലിവർ കർത്താവ് തരും. ഓപ്പറേഷൻ വേണ്ട എന്നല്ല പറയുന്നതിന്, ഓപ്പറേഷനോ മരുന്നിനോ മെഡിസിനോ ഒന്നും എതിരില്ല. എങ്കിലും ഞാൻ പറയുന്ന വിഷയം വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ദൈവം ഇന്നും പ്രവർത്തിക്കുന്നു. നിൻ്റെ ബലഹീനമായിരിക്കുന്ന, നിൻ്റെ ജീവിതത്തിൽ ബലഹീനമായിരിക്കുന്ന ശരീരത്തിലെ അവയവങ്ങളെ സൗഖ്യമാക്കുവാനായിട്ട് അത് എൻ്റെ കർത്താവ് ഇന്നും ശക്തനാണ്. നിൻ്റെ ഹൃദയത്തിൻ്റെ രോഗത്തെ സൗഖ്യമാക്കുവാൻ, നിൻ്റെ കിഡ്നിയുടെ രോഗത്തെ സൗഖ്യമാക്കുവാൻ, ലിവർ രോഗത്തെ സൗഖ്യമാക്കുവാൻ, നിൻ്റെ മാനസിക മേഖലയിലുള്ള പ്രശ്നങ്ങളെ സൗഖ്യമാക്കുവാൻ, നിരാശകളെ സൗഖ്യമാക്കുവാൻ, നിൻ്റെ ഭയങ്ങളെ സൗഖ്യമാക്കുവാൻ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളുമുള്ള പ്രതിസന്ധികളെ സൗഖ്യമാക്കുവാൻ എൻ്റെ യേശു ഇന്നും ജീവിക്കുന്നു. ഹല്ലേലൂയ. ഇവിടെ ബർത്തിമായെക്കുറിച്ച് വായിക്കുന്നു. ബർത്തിമായി യേശുവിനെ വിളിച്ചപേക്ഷിച്ചു. യേശു അവൻ്റെ വിളി കേട്ട് അവൻ ഉത്തരം കൊടുത്തു. എഫെസ് ലേഖനം 3:20 പറഞ്ഞിരിക്കുന്നു, നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് എന്നേക്കും മഹത്വം ഉണ്ടാകട്ടെ. പ്രിയമുള്ളവരെ, ഈ ദൈവം നാം ചോദിക്കുന്നതിനേക്കാൾ അപ്പുറമായി, നനയ്ക്കുന്നതിനേക്കാൾ അപ്പുറമായി, ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമായി നിനക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യുവാൻ ഈ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഈ ദൈവം വിടുവിക്കുന്ന ദൈവമാണ്. എന്താണ് നിൻ്റെ ആവശ്യം, എന്താണ് നിൻ്റെ വേദന, കർത്താവിനോട് പറഞ്ഞാട്ടെ. കർത്താവ് നിനക്ക് വേണ്ടി അത് ചെയ്യും. കർത്താവ് അത് ചെയ്ത് കർത്താവ് മഹത്വം എടുക്കും. വചനം പറയുന്നു, ഇവിടെ ബർത്തിമായിക്ക് വേണ്ടി കർത്താവ് അത്ഭുതം ചെയ്തു. അപ്പോൾ ബർത്തിമായി എന്ത് ചെയ്തു? വേദം പറയുന്നു, ബർത്തിമായി
ക്ഷണത്തിൽ അവൻ കാഴ്ച ദൈവത്തെ മഹത്വീകരിച്ചും കൊണ്ട് അവനെ അനുഗമിച്ചു. ബർത്തിമായി സൗഖ്യമായപ്പോൾ, ബർത്തിമായിക്ക് പുതിയ കണ്ണുകൾ കിട്ടിയപ്പോൾ അവൻ്റെ ജീവിതത്തിൽ ഇതുവരെ കാണാനുള്ള ഭാഗ്യമുണ്ടായിട്ടില്ല. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഈ ഒരു കാഴ്ച കിട്ടിയ സമയത്ത് തന്നെ എന്തൊരു സന്തോഷമായി കാണും, എന്തൊരു അനുഭവമാണ്. 2 കണ്ണും ബ്ലൈൻഡായിരുന്ന ഒരു വ്യക്തിക്ക് അത് കാണാനുള്ള ഒരവസ്ഥ, കളർഫുള്ളായിട്ടുള്ള ലോകം കാണുവാനായിട്ട് ഈ എത്ര മനോഹരമായ ഒരു അത്ഭുതമാണ് കർത്താവ് ചെയ്തത്. പെട്ടെന്ന് കണ്ണുകൾ തുറന്നു, അവൻ യേശുവിനെ കണ്ടു, അവൻ യേശുവിൻ്റെ മഹത്വം കണ്ടു. അവന് ജനങ്ങളെ കാണാൻ തുടങ്ങിയപ്പോൾ അവൻ ദൈവത്തെ മഹത്വീകരിച്ചു. ഫസ്റ്റ് ചെയ്ത കാര്യമാണ്. ദൈവത്തിൻ്റെ അത്ഭുതം പ്രാപിച്ചപ്പോൾ, ദൈവത്തിൻ്റെ മിറക്കിൾ പ്രാപിച്ചപ്പോൾ ബർത്തിമായി ചെയ്ത കാര്യമാണ് ദൈവത്തെ ഗ്ലോറിഫൈ ദ ലോർഡ്. അവൻ ദൈവത്തെ ഗ്ലോറിഫൈ ചെയ്ത സമയത്ത് വചനം പറയുന്നു, ആ ദൈവത്തെ മഹത്വീകരിച്ചും കൊണ്ട് യേശുവിനെ അനുഗമിച്ചു. ജനമെല്ലാം കണ്ടിട്ട് ദൈവത്തിന് പുകഴ്ച കൊടുത്തു. ബർത്തിമായി യേശുവിന് മഹത്വം കൊടുത്തപ്പോൾ ബർത്തിമായി അറിയാവുന്ന ജനങ്ങൾ, ബർത്തിമായി എല്ലാ ദിവസവും ഇവിടെ ഭിക്ഷയാചിക്കാൻ വേണ്ടി ഇരിക്കുന്ന ആളാണ്, ഞങ്ങളുടെയൊക്കെ ഔദാര്യം കൊണ്ട് ജീവിക്കുന്ന ബർത്തിമായിയാണ്. പക്ഷേ ഇന്ന് ബർത്തിമായി പഴയ ആളല്ല. കാരണം യേശുവുമായിട്ട് ഒരു എൻകൗണ്ടർ ഉണ്ടായിരിക്കുന്നു, യേശുവുമായിട്ട് ഒരു കൂടിച്ചേരൽ ഉണ്ടായിരിക്കുന്നു, യേശുവുമായിട്ട് ഒരു സന്ദർശനം ഉണ്ടായിരിക്കുന്നു. അത് ബർത്തിമായുടെ ജീവിതത്തിൽ വലിയ മാറ്റത്തിൻ്റെ കാരണമായി. ഇന്ന് നിൻ്റെ ജീവിതം തകർച്ചയിലായിരിക്കുന്നുവോ, നിൻ്റെ ജീവിതം വേദനയിലായിരിക്കുന്നുവോ, ദുഃഖത്തിലായിരിക്കുന്നുവോ, ഈ കർത്താവായ യേശു ക്രിസ്തുവുമായിട്ട് നിനക്കൊരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ നിൻ്റെ അവസ്ഥകൾ മാറും. സാംസ് 91 നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും. അവനോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും. ദൈവത്തോട് നമ്മൾ പറ്റിയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ മക്കളെ അവൻ നമ്മളെ വിടുവിക്കുന്നൊരു ദൈവമാണ്. നിൻ്റെ അവസ്ഥകൾ മാറും, നിൻ്റെ സാഹചര്യങ്ങൾ മാറും. അതുവരെയും ബർത്തിമായി കുരുടനായിട്ട് പലരെ ആശ്രയിച്ച് പലർക്കും ഒരു പരിഹാസ വിഷയമായി, പലർക്കും ഒരു ചൂഷകൻ ചെയ്യുന്നൊരവസ്ഥയിലായിരുന്നു. പക്ഷേ ഇപ്പോൾ ബർത്തിമായി അങ്ങനെയല്ല. ബർത്തിമായി സ്വന്തം കാൽ നിൽക്കുവാനും കാഴ്ച പ്രാപിക്കുവാനും തക്കവണ്ണമുള്ള ഒരു വലിയ വ്യത്യാസം ബർത്തിമായിക്കുണ്ടായി. ബർത്തിമായിക്ക് ഇപ്പോൾ ബർത്തിമായുടെ പ്രത്യേകത സ്വന്തം കാൽ നിൽക്കുവാനും സ്വന്തമായി യാത്ര ചെയ്യുവാനും സ്വന്തമായി കാര്യങ്ങൾ ചെയ്യുവാനുമുള്ള ശേഷി തനിക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നു. കർത്താവ് തന്നെ സൗഖ്യമാക്കി, കർത്താവ് തന്നെ ബലപ്പെടുത്തി. ഇവിടെ ബർത്തിമായുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. ഇന്ന് ഈ വചനം കേൾക്കുന്ന ഏതൊക്കെയോ വ്യക്തികളോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, നിൻ്റെ ജീവിതം അതിൽ നിന്നൊരു ബർത്തിമായെപ്പോലെ കർത്താവ് മാറ്റുവാൻ പോകുന്നു. ഒരു വലിയൊരു വ്യത്യാസം കർത്താവ് നിൻ്റെ കുടുംബത്തിൽ അയക്കുവാൻ പോകുന്നു. ഒരു വലിയ വിടുതൽ കർത്താവ് നിൻ്റെ കുടുംബത്തിൽ ചെയ്യുവാൻ പോകുന്നു. ഒരു വലിയ അത്ഭുതം തലമുറകൾക്ക് വേണ്ടി എൻ്റെ കർത്താവ് ചെയ്യുവാൻ പോകുന്നു. ബന്ധനത്തിൽ കിടക്കുന്ന തലമുറകളെ ഓർത്ത് കരയുന്ന മാതാവേ, തലമുറയെ ഓർത്ത് കരയുന്ന പിതാവേ, നിൻ്റെ ബന്ധനത്തിൽ കിടക്കുന്ന തലമുറകളെ എൻ്റെ യേശു വിടുവിക്കുവാൻ പോകുന്നു. വിശ്വസിക്കുന്നുവെങ്കിൽ അത് കർത്താവിൻ്റെ അത്ഭുതം നീ കാണാൻ പോവുകയാണ്. കർത്താവിൻ്റെ വിടുതൽ നീ കാണുവാൻ പോവുകയാണ്. അത് ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമകളായിട്ട് ആയിരിക്കുന്ന തലമുറകളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കളെ ദൈവാത്മാവ് കാണുന്നു. തലമുറകളെ എൻ്റെ കർത്താവ് ഒരിക്കലും നിൻ്റെ കുഞ്ഞിനെ പിശാച് പറയും, നിൻ്റെ കുഞ്ഞ് വിടുതൽ പ്രാപിക്കത്തില്ല, നിൻ്റെ കുഞ്ഞ് അനുഗ്രഹം പ്രാപിക്കത്തില്ല എന്ന് പിശാച് വെല്ലുവിളിക്കുന്നുവെങ്കിൽ നിൻ്റെ ലഹരിക്ക് അടിമകളായിരിക്കുന്ന കുഞ്ഞുങ്ങളെ വിടുവിച്ച് ഒരു മാനപാത്രമാക്കുവാൻ തക്കവണ്ണം ആത്മീകമായി അന്ധനായിരിക്കുന്ന ആ വ്യക്തികളെ ആത്മീകമായി കാഴ്ചകളായിട്ട് മാറ്റുവാൻ തക്കവണ്ണം ഈ കർത്താവ് ശക്തനാണ്. ചില ബർത്തിമായിമാരെ ഈ ദിവസങ്ങളിൽ എൻ്റെ യേശു വിടുവിക്കാൻ ആഗ്രഹിക്കുന്നു. ചില ബർത്തിമായിമാർക്ക് എൻ്റെ യേശു കർത്താവ് കാഴ്ച കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നു. ആത്മീയമായിട്ടുള്ള കാഴ്ച കൊടുത്തവരെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. അവരുടെ അവസ്ഥകളെ മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ നിൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥകൾ എൻ്റെ കർത്താവ് മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. നീ ഒരു പരിഹാസ വിഷയമാകേണ്ട വ്യക്തിയല്ല, നീ ഒരു അവമാനിക്കപ്പെടേണ്ട വ്യക്തിയല്ല, നീ പലർക്കും ഒരു നിന്നാപാത്രമാകേണ്ട വ്യക്തിയല്ല. എൻ്റെ കർത്താവ് നിന്നെ ഒരു മാനപാത്രമാക്കുവാൻ ആഗ്രഹിക്കുന്നു, ഒരു അനുഗ്രഹമാക്കുവാൻ ആഗ്രഹിക്കുന്നു, നിന്നെ മാനിക്കുവാൻ ആഗ്രഹിക്കുന്നു, നിന്നെ വിടുവിക്കാൻ ആഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ദൈവം എൻ്റെ അവസ്ഥകളെ മാറ്റാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ബർത്തിമായുടെ ജീവിതത്തിൽ ബർത്തിമായി ദൈവത്തെ മഹത്വപ്പെടുത്തി, ദൈവത്തിന് മഹത്വം കൊടുത്തു. പ്രിയമുള്ളവരെ, അനേക വ്യക്തികൾ സൗഖ്യം പ്രാപിക്കുന്നുണ്ട്, അനേക വ്യക്തികൾ അത്ഭുതങ്ങൾ പ്രാപിക്കുന്നുണ്ടെങ്കിലും അനേകർ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നില്ല. മകനെ 10 കുഷ്ഠരോഗികൾ സൗഖ്യം പ്രാപിച്ചു. അതിൽ 9 പേരും
നന്ദി കൊടുക്കാതെ അവർ തിരിഞ്ഞു പോയി. പക്ഷേ ഒരു പുറംജാതിക്കാരനായ ഒരാൾ തിരിച്ചു വന്ന് പറഞ്ഞു, യേശുവെ നന്ദി കർത്താവേ. ഒരു നന്ദിയുള്ള ഹൃദയത്തോടു കൂടി അദ്ദേഹം മടങ്ങിയവൻ താങ്ക്സ് പറഞ്ഞു. പ്രിയമുള്ളവരെ, ഒരു നന്ദിയുള്ളവരായിട്ട് നമുക്കായിരിക്കാം. ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവരായിട്ട് നമുക്കായിരിക്കാം. നമുക്ക് യേശുവിനെ ഭൃത്യമായി യേശുവിനെ അനുഗമിക്കുകയാണ്. കർത്താവേ, എനിക്കിനി ഇവിടെ വിഷയാചിക്കേണ്ട, എനിക്ക് നിന്നെ ഫോളോ ചെയ്യണം. ഐ വാണ്ട് ടു ഫോളോ ക്രൈസ്റ്റ്. എനിക്ക് ക്രിസ്തുവിനെ എനിക്ക് അനുഗമിക്കണം. എനിക്ക് ക്രിസ്തുവിൻ്റെ ഒരു ശിഷ്യനായിട്ട് മാറണം, ഒരു അനുഗാമിയായിട്ട് ജീവിക്കണം. എനിക്കിനി പഴയ ജീവിതം വേണ്ട കർത്താവേ. എനിക്കിനി പിശാചിൻ്റെ അടിമയായിട്ട് ജീവിക്കേണ്ട കർത്താവേ. എനിക്കിനി എൻ്റെ കർത്താവിൻ്റെ കൂടെ ആ സന്തോഷത്തിൽ, ആ കൂട്ടായ്മയിൽ, ആ ഫെലോഷിപ്പിൽ എനിക്ക് യേശുവുമായിട്ടുള്ള ബന്ധത്തിൽ എനിക്ക് ജീവിക്കണം. പ്രൈസ് ഗോഡ്. ഇന്ന് ദൈവത്തിൻ്റെ മക്കളെ എത്ര പേർ ആഗ്രഹിക്കുന്നു, എനിക്കെൻ്റെ യേശുവിൻ്റെ കൂടെ ജീവിക്കണം, എനിക്കെൻ്റെ യേശുവിൻ്റെ കൂടെ നടക്കണം, എനിക്കെൻ്റെ യേശുവിൻ്റെ ഫെലോഷിപ്പ് ആദരിക്കണം, എനിക്കെൻ്റെ യേശുവുമായിട്ടുള്ള കൂട്ടായ്മ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇവിടെ ഭർത്യമായി തീരുമാനമെടുത്തു. അനേകർ പറയാറുണ്ട്, എനിക്കൊരു സമയം വരും, എനിക്കൊരു സാക്ഷ്യം പറയേണ്ട സമയം വരും, ഒരത്ഭുതത്തെക്കുറിച്ച് പറയേണ്ട ഒരു സമയം വരും. ഒരുപക്ഷെ നിങ്ങൾ സഭയിൽ പോകുന്ന വ്യക്തിയായിരിക്കാം. ഞായറാഴ്ചകളിൽ മറ്റുള്ളവരൊക്കെ സാക്ഷ്യം പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഒരു ദിവസം ഞാനും പറയും. ഇപ്പോൾ എനിക്ക് പറയാൻ വേണ്ടി ഒന്നുമില്ല, എനിക്ക് പറയാനായിട്ട് ഒന്നുമില്ല, ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ അത്ഭുതം നടക്കുമ്പോൾ ഞാൻ പറയും. പ്രിയമുള്ളവരെ, നമ്മൾ അത്ഭുതങ്ങൾക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അത്ഭുതങ്ങൾ നമുക്ക് വന്നു കഴിഞ്ഞു. എങ്ങനെ അത്ഭുതങ്ങൾ വരുന്നത്? ഏറ്റവും വലിയ അത്ഭുതം എന്താണ്? ഏറ്റവും വലിയ അത്ഭുതം കണ്ണു തുറക്കുന്ന ഒരു ബ്ലൈൻഡ് ഐ ഓപ്പൺ ആകുന്നതല്ല. ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് ക്രിസ്തുവിനെ ഒരു വ്യക്തി അറിയുന്നതാണ്. ഒരു വ്യക്തി യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്ന, കർത്താവായി സ്വീകരിക്കുന്ന, യേശുവിൻ്റെ സ്നേഹം അറിയുന്ന, യേശുവിൻ്റെ സ്നേഹം അനുഭവിക്കുന്ന, ജീവിതത്തിൽ യേശുവിനെ ദൈവമായി അറിയുന്ന, അംഗീകരിക്കുന്ന, യേശു എൻ്റെ കർത്താവാണെന്ന് പറയുന്ന ആ അനുഭവമാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ അത്ഭുതം. യേശു ക്രിസ്തുവിലൂടെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, ഒരു ട്രാൻസ്ഫോംഡ് ലൈഫ്, ഒരു രൂപാന്തരപ്പെട്ട ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, അതാണ് നമ്മുടെ ജീവിതത്തിലുള്ള ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. ഒരുപക്ഷെ ഭൗതികമായി മറ്റുള്ളവർ നോക്കുമ്പോൾ നിങ്ങൾക്ക് എടുത്ത് കാണിക്കുവാനായിട്ട്, പ്രകടമായിട്ട് എടുത്ത് കാണിക്കുവാനായിട്ട് ഒരുപക്ഷെ അത്ഭുതങ്ങളൊന്നും ഇല്ലെങ്കിലും നിങ്ങളുടെ ജീവിതം ഒരു അത്ഭുതമായിട്ട് കർത്താവ് കാണുന്നു. നിങ്ങൾ യേശുവിനെ സ്വീകരിച്ച ഒരു വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ രൂപാന്തരം പ്രാപിച്ചൊരു വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളിലായ ജീവിതമല്ല ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ യേശുവിനെ അറിഞ്ഞു, ഞാൻ പാപത്തെ വെറുത്തുകൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ മകനായി ഞാൻ ജീവിക്കുന്നു, ദൈവത്തിൻ്റെ കൃപയിൽ ഞാൻ ജീവിക്കുന്നു എന്നുള്ള അവസ്ഥയിൽ നിങ്ങൾ ആയിരിക്കുന്നുവെങ്കിൽ അതൊരു അത്ഭുതമാണ് പ്രിയമുള്ളവരെ. നമുക്ക് പറയാൻ കഴിയും, മറ്റുള്ളവരോട് പറയാൻ കഴിയും, അതെ, ഈ ദൈവം നിന്നെ സ്നേഹിക്കുന്നു, ഈ ദൈവം എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു, ഈ ദൈവം എൻ്റെ യേശു എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ എനിക്ക് സമാധാനം കിട്ടി, യേശുവിൻ്റെ ഉള്ളിൽ കടന്നു വന്നപ്പോൾ എനിക്ക് സന്തോഷം കിട്ടി, യേശുവിൻ്റെ ഉള്ളിൽ കടന്നു വന്നപ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് വലിയ മാറ്റങ്ങളുണ്ടായി. എൻ്റെ മദ്യപാനം മാറി, എൻ്റെ പുകവലി മാറി, എൻ്റെ മയക്കുമരുന്നിൻ്റെതായ ദുശീലങ്ങൾ മാറി, എൻ്റെ വഴക്കുണ്ടാക്കുന്നതായിട്ടുള്ള സ്വഭാവങ്ങൾ മാറി, എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ എൻ്റെ കർത്താവ് തന്നു എന്നുള്ള ഒരു അനുഭവം നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ സാക്ഷ്യം പ്രിയമുള്ളവരെ. ഒരു ട്രാൻസ്ഫോംഡ് ലൈഫ്, ഒരു രൂപാന്തരപ്പെട്ട ഒരു ജീവിതം. അതുകൊണ്ട് സാക്ഷ്യം പറയാൻ വേണ്ടി അല്ലെങ്കിൽ അത്ഭുതത്തെക്കുറിച്ച് പറയാൻ വേണ്ടി നിങ്ങൾ ഇനിയും കാത്തിരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ജീവിതത്തിൽ യേശു കർത്താവ് ഉണ്ടെങ്കിൽ, ഒരു ട്രാൻസ്ഫോംഡ് ലൈഫ് നിങ്ങൾക്കുണ്ടെങ്കിൽ, രൂപാന്തരപ്പെട്ട ജീവിതം നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യേശുവിൻ്റെ സാക്ഷ്യം വഹിക്കുവാൻ കഴിയും. അത് ഈ ദൈവം എനിക്ക് നല്ലവനാണ്, ഈ ദൈവം എനിക്ക് വല്ലഭനാണ്, ഞാൻ പാപത്തിൻ്റെ ചെളിക്കുഴിയിലായിരുന്നു, ഞാൻ നരകതുല്യമായ ജീവിതത്തിലായിരുന്നു, ഞാൻ നിരാശാജനകമായ ഒരു ജീവിതത്തിലായിരുന്നു, ഞാൻ തകർന്നടിഞ്ഞ ഒരു ജീവിതത്തിലായിരുന്നു. പക്ഷേ യേശു കർത്താവിൻ്റെ ജീവിതത്തിൽ വന്ന് അവൻ്റെ ജീവിതത്തെ പുതുക്കി പണിതു. ഞാൻ പുതിയ സൃഷ്ടിയായി തീർന്നു. 2 കൊരിന്ത്യർ 5:17 ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. ഐ ബിക്കേം എ ന്യൂ ക്രീച്ചർ ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ ഞാൻ പഴയ സൃഷ്ടിയല്ല, ഞാനതെല്ലാം കഴിഞ്ഞുപോയി, പഴയ ജീവിതം കഴിഞ്ഞുപോയി, പഴയ നിരാശയുടെ ജീവിതം, തകർച്ചയുടെ ജീവിതം, നരകത്തിൻ്റെ ജീവിതം കഴിഞ്ഞുപോയി, പാപത്തിൻ്റെ ജീവിതം അത് കഴിഞ്ഞുപോയി. ഇപ്പോൾ ഞാൻ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി ഞാൻ അനുഗ്രഹിക്കപ്പെട്ട ലൈഫ് നയിക്കുന്നു. അതാണ് പ്രിയമുള്ള ഏറ്റവും വലിയ സാക്ഷ്യം. സ്വർഗം സന്തോഷിക്കുന്ന ഏറ്റവും വലിയ സാക്ഷ്യം എന്ന് പറയുന്നത് ഒരു പാപിയുടെ മാനസാന്തരമാണ്.
നമ്മൾ ദൈവത്തിൻ്റെ വചനം വായിക്കുന്നുണ്ട്. ആ ഒരു പിതാവിൽ നിന്ന് അകന്നുപോയ മകൻ വീട്ടിലേക്ക് മടങ്ങി വന്നപ്പോൾ ആ പിതാവ് എന്തൊരാഘോഷമായിരുന്നു. സ്വർഗ്ഗം സന്തോഷിക്കുന്ന ഒരനുഭവമായിരുന്നു. ആ പിതാവ് മകന് വേണ്ടി എത്ര ആഗ്രഹത്തോടെ കാത്തിരിക്കുകയായിരുന്നു. പ്രിയമുള്ളവരെ, നിങ്ങളുടെ മടങ്ങി വരവാണ് ഏറ്റവും വലിയ സാക്ഷ്യം. ദൈവത്തോട് ബന്ധപ്പെട്ട് നിങ്ങൾ ജീവിക്കുന്നതാണ് ഏറ്റവും വലിയ സാക്ഷ്യം. അതുകൊണ്ട് ഇന്ന് ആരെങ്കിലും ജീവിതത്തിൽ ഞാൻ സാക്ഷ്യം പിന്നെ പറയാം, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രകടമായിട്ടുള്ള അത്ഭുതങ്ങൾ നടക്കട്ടെ നിങ്ങൾ ചിന്തിക്കേണ്ട. നിങ്ങളുടെ ഉള്ളിൽ യേശു വന്നെങ്കിൽ, നിങ്ങൾ യേശുവിനായി ഹൃദയം കൊടുത്തുവെങ്കിൽ അതാണ് ഏറ്റവും വലിയ സാക്ഷ്യം. യേശു എൻ്റെ ഉള്ളത്തിൽ വന്നു, അതാണ് ഏറ്റവും വലിയ സാക്ഷ്യം. പ്രിയമുള്ളവരെ, ഇവിടെ കാണുന്നു, ബർത്തിമായി അനുഗ്രഹിക്കപ്പെട്ടു. ബർത്തിമായി ദൈവത്തെ മഹത്വപ്പെടുത്തിയപ്പോൾ വചനം പറയുന്നു, ജനമെല്ലാം കണ്ടിട്ട് ദൈവത്തിന് പുകഴ്ച കൊടുത്തു. താൻ ദൈവത്തെ ഗ്ലോറിഫൈ ചെയ്യുന്നത് കണ്ടപ്പോൾ അവിടെ കൂടെ ജനങ്ങളും പറഞ്ഞു, അവരും ഈ ദൈവത്തെ മഹത്വപ്പെടുത്തി. പ്രിയപ്പെട്ട ദൈവമക്കളെ, ബർത്തിമായി ദൈവത്തെ മഹത്വപ്പെടുത്തിയപ്പോൾ ജനങ്ങളും ദൈവത്തെ മഹത്വപ്പെടുത്തി. നമ്മുടെ ജീവിതം ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു ജീവിതമാകട്ടെ. നമ്മുടെ ജീവിതം ദൈവത്തെ ഉയർത്തുന്ന ഒരു ജീവിതമാകട്ടെ. നമ്മുടെ ജീവിതം ദൈവത്തിന് പുകഴ്ച കൊടുക്കുന്ന ജീവിതമാകട്ടെ. അങ്ങനെ നമ്മൾ ജീവിച്ചാൽ തീർച്ചയായിട്ടും മറ്റുള്ളവരും, നമുക്ക് ചുറ്റുമുള്ള നമ്മളെ വീക്ഷിക്കുന്ന ആളുകൾ, നമ്മുടെ കുടുംബത്തിൽ കൂടെ വസിക്കുന്ന ആളുകൾ, നമ്മുടെ അയൽവാസികളായ ജനങ്ങൾ, നമ്മുടെ സമൂഹത്തിലുള്ള നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മളുമായി ബന്ധപ്പെട്ട് നമ്മളെ അറിയാവുന്ന വ്യക്തികൾ, നമ്മളിലൂടെ അവരും ദൈവത്തെ മഹത്വപ്പെടുത്തും. അവരും ദൈവത്തെ കാണാനിടയായിത്തീരും. അതുകൊണ്ട് ഇന്ന് ഈ ബർത്തിമായിയെ പോലെ ഒരു അത്ഭുത വിടുതൽ പ്രാപിക്കാനായിട്ട് കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ഒന്ന്, ബർത്തിമായി വെളിപ്പാടോടുകൂടി യേശുവിനെ നിലവിളിച്ചു പ്രാർത്ഥിച്ചു. ബർത്തിമായിക്ക് ഒരു വെളിപ്പാടുണ്ടായിരുന്നു. 2, ബർത്തിമായിക്ക് അറിയാമായിരുന്നു, എൻ്റെ കർത്താവ് കരുണയുള്ള ദൈവമാകുന്നു. എൻ്റെ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചാൽ കർത്താവിൻ്റെ കരുണ ലഭിക്കും. 3, ബർത്തിമായി പ്രതിസന്ധികളെ തരണം ചെയ്തു. ബർത്തിമായി നിലവിളിച്ചപ്പോൾ പലരും ശാസിച്ചുവെങ്കിലും ആ ശാസന ബർത്തിമായി കൂട്ടാക്കാതെ വണ്ണം ബർത്തിമായി ശക്തിയോടെ പിന്നെയും ഉച്ചത്തിൽ നിലവിളിച്ചു കൊണ്ടേയിരുന്നു. താൻ പിന്മാറാൻ കൂട്ടാക്കിയില്ല, നിരാശപ്പെടാൻ കൂട്ടാക്കിയില്ല, അതേ പ്രാർത്ഥന നിർത്തുവാൻ കൂട്ടാക്കിയില്ല. മറുപടി ലഭിക്കുന്നതുവരെയും വിടുതൽ ലഭിക്കുന്നതുവരെയും വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. 4, ബർത്തിമായുടെ ജീവിതത്തിലുള്ള പ്രത്യേകത, പ്രിയമുള്ളവരെ, ബർത്തിമായി ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് അത്ഭുതം പ്രാപിക്കുന്നത് വരെയും വിശ്വാസത്തിൽ ബലപ്പെട്ടുകൊണ്ട് തന്നെ താൻ ദൈവത്തെ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. 5, ബർത്തിമായുടെ പ്രത്യേകത, ബർത്തിമായി ദൈവത്തിൻ്റെ അത്ഭുതം പ്രാപിച്ചതായ സമയത്ത് ആ അത്ഭുതം കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയായി, കർത്താവിനെ ഗ്ലോറിഫൈ ചെയ്യാനിടയായി. കർത്താവേ, നീയാണ് എൻ്റെ അത്ഭുതത്തിൻ്റെ കാരണമെന്ന് പറഞ്ഞുകൊണ്ട് പരസ്യമായിട്ട് ആ വളരെ തിരക്കുള്ള ആ റോഡിൽ, ടോൾ ജംഗ്ഷനിൽ, അല്ലെങ്കിൽ ആ കസ്റ്റംസിൻ്റെ ആ ജംഗ്ഷനിൽ, നികുതി പിരിക്കുന്ന ആ സ്ഥലത്ത് വെച്ച് അവിടെ കിടന്ന ബർത്തിമായി ദൈവത്തെ പബ്ലിക്കായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയായി തീർന്നു. ലജ്ജയില്ലാതെ കർത്താവിനെ ഉയർത്തുവാനിടയായി തീർന്നു. അത് മുഖാന്തരം അനേക ജീവിതങ്ങൾ യേശുവിനെ അറിയുവാനിടയായി തീർന്നു. നമ്മുടെ ജീവിതത്തിൽ പോലെ ബർത്തിമായിയെ പോലെ ഇന്ന് ഏതെങ്കിലും വ്യക്തികൾ, ഏതെങ്കിലും കുടുംബങ്ങൾ ഭാരത്തിലോ തകർച്ചയിലോ വേദനയിലോ ആയിരിക്കുന്നുവെങ്കിൽ ഈ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. കർത്താവ് നിങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കും. കർത്താവ് നിങ്ങളുടെ ഭാരങ്ങൾ എടുത്തു മാറ്റും. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അതേ അവസ്ഥകളെ മാറ്റി അവൻ നിങ്ങളെ ജീവിതത്തിൽ വലിയ സമൂലമായ മാറ്റങ്ങൾ വരുത്തി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുന്ന കർത്താവാണ്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഏതൊക്കെയോ വ്യക്തികൾക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് സംസാരിക്കുകയാണ്. നിങ്ങളെ യേശു കർത്താവ് തൊടുവാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളെ സ്പർശിക്കുവാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളെ വിടുവിക്കാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തുവാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. നിങ്ങളായിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഭവനങ്ങളിലായിരിക്കാം, നിങ്ങൾ ഹോസ്പിറ്റലിലായിരിക്കാം, നിങ്ങളുടെ പക്ഷേ ജീവിതത്തിൻ്റെ ഓഫീസിലായിരിക്കാം, ജീവിതത്തിൻ്റെ വിവിധങ്ങളായ തലങ്ങൾ നിങ്ങളായിരിക്കാം. നിങ്ങൾ വിശ്വാസത്തോടുകൂടി തലകളെ വണക്കി നിങ്ങൾ പ്രാർത്ഥിക്കുക. അത് ബർത്തിമായി പറഞ്ഞു, കർത്താവേ, എനിക്ക് കാഴ്ച പ്രാപിക്കണം. സിമ്പിളായിട്ട് പറഞ്ഞു, കർത്താവേ, എനിക്ക് കാഴ്ച പ്രാപിക്കണം. ഹല്ലേലൂയ. ലോർഡ്, ഐ നീഡ് സൈറ്റ്. കർത്താവേ, എനിക്ക് കാഴ്ച. 3 വാക്കുകളിലൂടെ പറഞ്ഞു. ഇന്ന് നിങ്ങളുടെ ആവശ്യം എന്താണ്? നിങ്ങൾ ചുരുക്കമായിട്ട് പറയുക. 3 വാക്കുകളിൽ പറയുക, കർത്താവേ, എനിക്ക് സൗഖ്യം ലഭിക്കണം. കർത്താവേ, എനിക്ക് സാമ്പത്തികമായ വിടുതൽ ലഭിക്കണം. കർത്താവേ, എനിക്ക് സമാധാനം ലഭിക്കണം. കർത്താവേ, എൻ്റെ കുടുംബത്തിൽ കർത്താവേ നിൻ്റെ അത്ഭുതം നടക്കണം. എൻ്റെ കുടുംബ ജീവിതത്തിൽ മറക്കൾ നടക്കണം. ദൈവാത്മാവ് കാണുന്നു. യേശുവിൻ നാമത്തിൽ പരിശുദ്ധാത്മാവ്
ഇന്ന് വിളിച്ചു പറയുന്നു. അതേ, ചില കുടുംബങ്ങൾ തകർച്ചയുടെ വക്കിലായിരിക്കുന്നു. പൈശാചികമായ ശക്തികൾ മുഖാന്തരം, അത് ഈവിൾ പവേഴ്സ് മുഖാന്തരം നിൻ്റെ കുടുംബം തകർച്ചയിലായിരിക്കുന്നു. അത് ഇന്ന് അങ്ങനെയുള്ള ചില കുടുംബങ്ങളെ ദൈവം വിടുവിക്കാൻ ആഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ കുടുംബ തകർച്ചകളിൽ നിന്നും, കുടുംബങ്ങളെ തകർക്കുന്ന പൈശാചികമായ ചില ബന്ധനങ്ങൾ, മത്തായി 19:5-6 വാക്യങ്ങൾ വായിക്കുമ്പോൾ വചനം പറയുന്നു, അവൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. ദൈവം യോജിപ്പിച്ച ചില കുടുംബങ്ങളെ വേർപിരിക്കാൻ ശ്രമിക്കുന്ന ചില മാനുഷികമായ ശക്തികൾ, ചില പൈശാചികമായ ശക്തികൾ യേശുവിൻ നാമത്തിൽ തകർന്നു പോകട്ടെ. കുടുംബജീവിതത്തിൽ ഭിന്നതയുണ്ടാക്കാൻ ശ്രമിക്കുന്ന പൈശാചികമായ ശക്തികൾ യേശുവിൻ നാമത്തിൽ, അതെ, ചില ദുഷ്ട ശക്തികൾ യേശുവിൻ നാമത്തിൽ വിട്ടുമാറാൻ കൽപ്പിക്കുന്നു. കുടുംബങ്ങൾ സ്വതന്ത്രമാകട്ടെ, കുടുംബങ്ങൾ സ്വതന്ത്രമാകട്ടെ, കുടുംബങ്ങൾ സ്വതന്ത്രമാകട്ടെ. അതെ, ഭാര്യ ഭർത്തൃദിനത്തിനിടയ്ക്ക് കർത്താവെ കടന്നു വന്ന് ഭിന്നതയുണ്ടാക്കുന്ന എല്ലാ മാനുഷികമായ ശക്തികളും, എല്ലാ പൈശാചികമായ ശക്തികളും ഇപ്പോൾ വിട്ടുപോകട്ടെ. ചില കുടുംബങ്ങളെ ദൈവാത്മാവ് ഇന്ന് സ്വതന്ത്രമാക്കുന്നു. പൈശാചികമായ ക്ഷുദ്രപ്രയോഗങ്ങളുടെ ക്ഷുദ്രപ്രയോഗങ്ങളെ കർത്താവ് കത്തിച്ചു മാറ്റി ചില കുടുംബങ്ങളെ ദൈവാത്മാവ് ഇന്ന് സ്വതന്ത്രമാക്കുന്നു. യേശുവിൻ നാമത്തിൽ ആ വിടുതൽ പ്രാപിക്കുക. യേശുവിൻ നാമത്തിൽ ചില ഇസബേൽ ശക്തികൾ, കുടുംബത്തിൻ്റെ അകത്ത് വ്യാപരിക്കുന്ന ഇസബേൽ ശക്തികൾ, കുടുംബത്തിൻ്റെ അകത്ത് വ്യാപരിക്കുന്ന ചില കോപത്തിൻ്റെ ശക്തികൾ, കോപത്തിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും ശക്തികൾ യേശുവിൻ നാമത്തിൽ കുടുംബത്തിൽ ഭിന്നതയുണ്ടാക്കുന്ന, കലക്കമുണ്ടാക്കുന്ന, ഭിന്നതയുണ്ടാക്കുന്ന ഇസബേലിൻ്റെ പൈശാചികമായ കോപത്തിൻ്റെ ശക്തികൾ വിട്ടുമാറാൻ തക്കവണ്ണം കർത്താവ് ഇന്ന് ചില കുടുംബങ്ങളെ വിടുവിക്കുന്നു. യേശുവിൻ നാമത്തിൽ ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് കാണുന്നു. സാമ്പത്തികമായ മേഖലകളിൽ കഷ്ടത അനുഭവിക്കുന്ന കുടുംബങ്ങളെ യേശു വിടുവിക്കുന്നു. വൃത്യമായി അത്ഭുതം ചെയ്ത കർത്താവ് ഇന്ന് നിങ്ങളുടെ സാമ്പത്തിക മേഖലയിൽ, ബിസിനസ്സിൻ്റെ മേഖലയിൽ, ജോലിയുടെ മേഖലയിൽ അവൻ വർധനവും അനുഗ്രഹവും കൽപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ ആ വിടുതൽ പ്രാപിക്കുക. യേശുവിൻ നാമത്തിൽ സംഭവിക്കട്ടെ. സാമ്പത്തികമായ ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ സംഭവിക്കട്ടെ യേശുവിൻ നാമത്തിൽ. രോഗത്തിൻ്റെ മേഖലകൾ, യേശുവിൻ നാമത്തിൽ വൈശാചികമായ രോഗത്തിൻ്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ യേശുവിൻ നാമത്തിൽ. ഷുഗറിൻ്റെതായിട്ടുള്ള അസുഖം മുഖാന്തരം കഷ്ടപ്പെടുന്നവർ, അത് മുഖാന്തരം ആ ഷുഗർ കൂടിയിട്ട് അത് മുഖാന്തരം പിന്നത്തേത് പലതരത്തിലുള്ള ഇൻഫെക്ഷൻ ഉണ്ടായി വ്രണങ്ങളായിട്ട് മാറുന്ന അനുഭവങ്ങൾ, അങ്ങനെ പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. വ്രണങ്ങൾ കരിയട്ടെ. ആ ഷുഗർ നോർമലാകട്ടെ. ബ്ലഡ് ഷുഗർ നോർമലാകട്ടെ. യേശുവിൻ നാമത്തിൽ അത്ഭുതം സംഭവിക്കട്ടെ. ബർത്തിമായിക്ക് വേണ്ടി അത്ഭുതം ചെയ്ത കർത്താവ് ഇന്ന് അത്ഭുതം ചെയ്യുകയാണ്. സൗഖ്യം പ്രാപിക്കുക. ചില മുഴകൾ യേശുവിൻ നാമത്തിൽ, ചില മുഴകൾ, ട്യൂമറുകൾ, ചില ട്യൂമറുകളായിട്ട് വെളിപ്പെട്ടിരിക്കുന്ന പൈശാചിക ശക്തികൾ, ചില ഹൈബ്രോയിഡുകൾ, ചില മുഴകൾ യേശുവിൻ നാമത്തിൽ, ഉദരത്തിനകത്തുള്ള ചില ഹൈബ്രോയിഡുകൾ യേശുവിൻ നാമത്തിൽ ഉരുകി മാറുന്നത്, മെൽറ്റായി മാറുന്നു. അത്ഭുത സൗഖ്യം സംഭവിക്കട്ടെ. ശരീരത്തിലുള്ള അനാവശ്യമായ എല്ലാ ഗ്രോത്തുകളും, അനാവശ്യമായ എല്ലാ മുഴകളും യേശുവിൻ നാമത്തിൽ ഡിസപ്പിയർ ആകുന്നു. ബർത്തിമായിക്ക് വേണ്ടി അത്ഭുതം ചെയ്ത കർത്താവ് ചില വ്യക്തികൾക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി ഇന്ന് പ്രവർത്തിക്കുന്നു. നന്ദി കർത്താവേ. അത്ഭുത സൗഖ്യത്തിനായി സ്തോത്രം, അത്ഭുത വിടുതലിനായി സ്തോത്രം കർത്താവേ. അപ്രകാരം ഇന്ന് ചെറുതും വലുതുമായ അനേക അത്ഭുതങ്ങൾ കർത്താവേ നമ്മുടെ മക്കൾക്ക് വേണ്ടി ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. തലമുറകളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ, അവരുടെ വിദ്യാഭ്യാസത്തെ ഓർത്ത് കരയുന്നവർ, അവരുടെ ഭാവി ജീവിതത്തെ ഓർത്ത് കരയുന്നവർ, തലമുറകളുടേതായ സ്തോത്രം കുടുംബജീവിതത്തെ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ, തലമുറകളുടേതായിട്ടുള്ള ജീവിതത്തിൽ മക്കളില്ലാതെ ഭാരപ്പെട്ട് കരയുന്ന അവസ്ഥകൾ യേശുവിൻ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമകളായിട്ടുള്ള തലമുറകളെ ഓർത്ത് കരയുന്നവർ യേശുവിൻ നാമത്തിൽ കർത്താവേ ആ ലഹരിയെല്ലാം വിട്ടു മാറട്ടെ. തലമുറകൾ വിടുവിക്കപ്പെടട്ടെ. അവർക്ക് കർത്താവേ അത്ഭുതകരമായ ഭാവി ഒരുങ്ങട്ടെ. നിൻ്റെ കരങ്ങളിൽ എല്ലാ വിഷയങ്ങളും താഴ്ത്തി ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം, അനുഗ്രഹിക്കാൻ സ്തോത്രം. സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം അവിടുന്ന് പകരുകയാൽ സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. പ്രൈസ് ദി ലോർഡ്.
ദൈവമായ കർത്താവ് നിങ്ങളേവരെയും സമൃദ്ധിയോടെ അനുഗ്രഹിച്ച് കൃപയിൽ കാക്കുമാറാകട്ടെ. ബർത്തിമായെ സൗഖ്യമാക്കിയ ദൈവം, ബർത്തിമായയ്ക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്ത ദൈവം നിശ്ചയമായിട്ടും നിങ്ങൾക്ക് വേണ്ടിയും അത്ഭുതങ്ങൾ ചെയ്യും. നിങ്ങളുടെ അവസ്ഥകളെ അവൻ മാറ്റും. ദൈവം നിങ്ങൾക്ക് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്യും. കർത്താവ് സമൃദ്ധിയോടെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സ്റ്റേ ബ്ലെസ്ഡ് ഇൻ ജീസസ് നെയിം. ആമേൻ.